കല്യാണത്തണ്ടിൽ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന വ്യാജ പ്രചരണത്തിനെതിരെ LDF നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു. യോഗം CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ആഗസ്റ്റ് 16-നാണ് റവന്യൂ വകുപ്പ് കല്യാണത്തണ്ട് പുല്ലുമേട് ഭാഗത്ത് ഇത് സർക്കാർ വകഭൂമി എന്ന ബോർഡ് സ്ഥാപിക്കുന്നത്. കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് 60 സർവേ നമ്പർ 19 ഉൾപ്പെട്ട സർക്കാർ വക പുല്ലുമേട് എന്ന റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 37 ഏക്കർ റവന്യൂ പുറമ്പോക്കുമായി ബന്ധപ്പെട്ടാണ് റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ ഭൂമി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് LDF നേതാക്കൾ ആരോപിക്കുന്നത്. UDFന്റെ കപട രാഷ്ട്രീയവും സ്വന്തം നേട്ടത്തിനായി അനാവശ്യമായി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ആശങ്കകളും തുറന്നു കാണിക്കുവാനാണ് LDF നയവിശദീകരണ യോഗം കല്യാണത്തണ്ടിൽ സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗമായി കല്യാണത്തണ്ടിൽ കയ്യേറ്റം നടന്നതായി പരാതി നൽകിയതും ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കിയതും കോൺഗ്രസുകാരാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇടുക്കിയുടെ ചരിത്രമെടുത്താൽ കോൺഗ്രസുകാർ മാത്രമാണ് ജില്ലയിലെ ജനങ്ങളെ കയ്യേറ്റക്കാരാക്കിയിട്ടുള്ളത്. LDF സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്നും ആരെയും എവിടെ നിന്നും കുടിയിറക്കുകയില്ല എന്നും CV വർഗീസ് പറഞ്ഞു. ഇടുക്കി ജില്ലക്കാരെന്നും കയ്യേറ്റക്കാരാ. ഈ കയ്യേറ്റക്കാരാക്കി നമ്മളെ മാറ്റി തരാം. ആരെ പറ്റി? ഇടുക്കി ജില്ലക്കാർ കുടിയേറ്റക്കാരായിരുന്നു. ഇടുക്കി ജില്ലക്കാർ കുടിയേറ്റക്കാരല്ലായിരുന്നു. ആ കുടിയേറ്റം ചരിത്രമില്ലായിരുന്നു ഇടുക്കി ജില്ലക്കുണ്ടായിരുന്നത്. കുടിയേറ്റത്തെ ചരിത്രം മാറ്റിയത് എപ്പോഴാ? 91-ലെ UDF ഗവൺമെന്റ് ആണ് ഇടുക്കി ജില്ല കുടിയേറ്റത്തിന് കഴി മാറ്റി കയ്യേറ്റക്കാരെന്ന് പറഞ്ഞത്. ആ കയ്യേറ്റക്കാരെന്ന മുദ്രാവാക്യം അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു കയ്യേറ്റമുള്ളെന്ന് പറഞ്ഞു. 91 മുതലാണ് ഇടുക്കി ജില്ലയിൽ കയ്യേറ്റക്കാർ കുടിയേറ്റക്കാർ മാറി കയ്യേറ്റക്കാരായി മാറിയത്. യോഗത്തിൽ LDF മുനിസിപ്പൽ കൺവീനർ VR ശശി അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ, കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് തോമസ്, CPM ഏരിയ സെക്രട്ടറി VR സജി, LDF നേതാക്കളായ ടോമി ജോർജ്, MC ബിജു, KP സുമോദ്, ഷാജി കൂത്തോടിയിൽ, PM നിഷാമോൾ, ലിജോ ബി ബേബി, PV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.